പേരൂർക്കടയിലെ അപകടത്തിലേതുൾപ്പെടെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 7 പേരാണ് മരിച്ചത്. പാലക്കാട് വീട് തകർന്നു വീണ് അമ്മയും മകനും മരിച്ചു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 2 പേർ മരിച്ചു. പത്തനംതിട്ടയിലും വയനാട്ടിലും വൈദ്യുതി ലൈൻ പൊട്ടി വീണ് ഷോക്കേറ്റ് 2 പേർക്ക് ജീവൻ നഷ്ടമായി. നിലവിലെ മഴ 2 ദിവസം കൂടി തുടരുമെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് വീടിന്റെ ചുവരിടിഞ്ഞു വീണ് മരിച്ചത്. വീടിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങളോളം ഞങ്ങൾ പറയുന്നതാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ മഴയ്ക്ക് വന്ന് കുറച്ചിടിഞ്ഞായിരുന്നു. കുറച്ചിടിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറണം, ഇവിടെ ഇരിക്കരുത്, ഇത് ഇടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേത്തോട്ട് വീഴുക, പിന്നെ വീട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ജീവിച്ചിരിക്കുമ്പോഴല്ലേ വീട് കൊണ്ട് ഒന്ന് മാറി. ആ പയ്യന്റെ അടുത്ത് വരെ ഞാൻ പറഞ്ഞതാണ്, ഇവരൊന്നും കേൾക്കുന്നില്ല. കണ്ണൂരിലെ കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടാണ് 2 പേരുടെ ജീവൻ കവർന്നത്. ഒളവിലം സ്വദേശി ചന്ദ്രശേഖരൻ, കോളാരി സ്വദേശി കുഞ്ഞാവിന എന്നിവരാണ് മരിച്ചത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റും 2 മരണമുണ്ടായി. പത്തനംതിട്ട തിരുവല്ല സ്വദേശി റജിയും വയനാട് പുൽപ്പള്ളി സ്വദേശി സുധനുമാണ് മരിച്ചത്. ന്യൂനമർദ്ദത്തിന്റെയും ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീന ഫലമായി 2 ദിവസം കൂടി വ്യാപക മഴ തുടരുമെങ്കിലും പ്രളയ സാധ്യത നിലനിൽക്കുന്നില്ലെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ഇത് ആഗസ്റ്റ് 3-ാം തീയതി വരെ ഏറ്റക്കുറച്ചിലുകളോടെ തുടരാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണാനുള്ളത്. ഓലമേഞ്ഞതും ഷീറ്റ് പാകിയതുമായിട്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ മുന്നറിയിപ്പ് വരുന്ന ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഉള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണം. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് മുന്നറിയിപ്പും, ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.